ആർക്കെങ്കിലും കുറച്ച് ബ്രസീലിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പണിംഗ് ആണ്. നമ്മൾ ചിലയിടത്ത് നമ്മുടെ നാക്കുകൊണ്ട് സംസാരിക്കാൻ പഠിക്കണം. നമുക്ക് ആവശ്യക്കാരനാവണം. നമ്മളല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കളർ കണ്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മാറ്റി നിർത്തും. എൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് മുഴുവൻ മാർക്കറ്റിംഗ് ആയിരുന്നു. നമ്മുടെ ക്വാളിറ്റി ഷുഡ് ബി കൺസിസ്റ്റന്റ്. പിന്നെ നമ്മുടെ സർവീസ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ അപ്രോച്ച് ടു ദ ബിസിനസ്, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം ഒരു റോ മെറ്റീരിയലും ഇല്ല. കേരളത്തിൽ പ്രത്യേകിച്ച് കൾട്ടിവേഷൻ 0 ആണ്. ഇവിടെ കൃഷി ചെയ്തില്ല എങ്കിൽ കേരളം വിൽ നോട്ട് ബി സെൽഫ് സഫീഷ്യന്റ്. 65% പേർക്കും വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. 65% വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. 65 പേരാണ് എനിക്ക് എതിരായിട്ട് സമരം ചെയ്തത്. സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ ബിജു ജേക്കബ് സാറിന് ABC ടോക്കിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മെഡിബിക്സ്. പിന്നെ ഞാൻ ഓസ്ട്രേലിയയിൽ വന്ന് ജോയിൻ ചെയ്ത കാലഘട്ടത്തിൽ എന്നെ ഓസ്ട്രേലിയയിൽ പറഞ്ഞു വിട്ടു ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക്. അപ്പം ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സ്ലാങ് ആണ്. സ്ലാങ് ഭയങ്കര പ്രയാസം. ഇംഗ്ലീഷ് സ്ലാങ്. ഹൗ ആർ യു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചുറ്റായിന്ന് പറയത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ. അപ്പോൾ ആദ്യത്തെ ഞാൻ ചെന്ന ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ താമസിച്ചത്. അപ്പോൾ എൻ്റെ കസ്റ്റമർ വന്ന് എന്നെ പിക്ക് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് ടുഡേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഹൗ ആർ യു നമ്മൾ ആസ് യൂഷ്വൽ ഹൗ ആർ യു ടുഡേ നമ്മൾ അങ്ങോട്ടും ചോദിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ ഉള്ള ഡിസ്കഷനൊക്കെ എനിക്ക് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടി വന്നു. സാധാരണ കാഷ്ടായിട്ട് ഇരിക്കേണ്ടതിന് പകരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വേഴ്സിൽ ശ്രദ്ധിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് വലിയ ബുദ്ധിമുട്ടായി. കാരണം അന്ന് രാത്രി ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് സ്ലാങ് പിടികിട്ടുന്നില്ല, കുറച്ചുകൂടെ ഒന്ന്. അപ്പോൾ പുള്ളിയുടെ മോനുണ്ട്, ഒരു 5 വയസ്സൊക്കെ പ്രായമുള്ള മോനുണ്ട്. അവൻ എനിക്ക് കുറച്ച് അധികം തരണമെന്ന് പറഞ്ഞു. അവർക്കാണെങ്കിൽ ഈ ഇംഗ്ലീഷ് അവരുടെ സ്ലാങ് ക്ലിയർ ആയി സംസാരിക്കുമല്ലോ. അവനോട് ഞാൻ ഒരു 10-12 വരെ ഞാൻ ഡയലോഗ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ഗിയറിൽ വീണു, കുറച്ച് കീവേഡ്സ് കിട്ടി. അപ്പം നമുക്ക് അത് വെച്ച് ഞാൻ പിന്നെ ഇത് ചെയ്തു. ഫസ്റ്റ് കാണാൻ വന്ന കമ്പനിയുടെ പേര് ബ്രൗൺസൺ ജേക്കബ്സ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അങ്ങനെ ഞാൻ അവരെ ഓസ്ട്രേലിയ, അതെ, ജേക്കബ് എന്നുള്ള പേരുമുണ്ട്. അങ്ങനെ ഞാൻ അവരെ ഓസ്ട്രേലിയയിലെ ഏജന്റായിട്ട് ഫിക്സ് ചെയ്തു. അന്ന് ആ കാലഘട്ടത്തിൽ ഞാനൊരു എങ്ങനെ പോയാലും ഒരു 10-15 കോടി രൂപയുടെ ബിസിനസ് ചെയ്തിട്ടാണ് വന്നത് ആ പോക്കിൽ. അപ്പം അത് എൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് മുഴുവൻ മാർക്കറ്റിംഗ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ സിന്തൈറ്റിൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ചുമ്മാ ഒരു സാധനം എടുത്തുകൊണ്ട് വിൽക്കാൻ പറ്റത്തില്ല. യു ഷുഡ് ബി ടെക്നോ കൊമേഴ്ഷ്യൽ. അത് പഠിച്ചിരിക്കണം, പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായി പഠിച്ചിരിക്കണം. എന്താണ് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒത്തിരി കാര്യം, കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. സാറിന്റെ അനുഭവം പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത് പഠിക്കുന്ന മാത്രമല്ല, കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അതുണ്ടാക്കുക. അതെ, അല്ലാതെ നമ്മളെ വിൽക്കാൻ പറ്റത്തില്ല. അതെ, നമ്മുടെ സാധനമല്ല. സാറിന്റെ ഇപ്പൊ ഇത്രത്തെ അനുഭവം വെച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എന്താണോ ആവശ്യം മാർക്കറ്റിൽ, അല്ലെങ്കിൽ ആൾക്ക് എന്താണ് ആവശ്യം അതുണ്ടാക്കി കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ ആയതുകൊണ്ടാണ് സാറിന്റെ മാർക്കറ്റിംഗ് ഗുരു എന്ന് വിളിക്കേണ്ടത്. ആ ഒരു പ്രാക്ടീസ് അത് എവിടുന്നാണ് കിട്ടിയത്? ഞങ്ങള് ഇപ്പൊ നമ്മുടെ കസ്റ്റമർ നമ്മളെ കാണാൻ വരുമ്പോൾ തന്നെ കാരണം എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു പർച്ചേസിലിരിക്കുന്ന ഒരാളാണ് നമ്മൾ കാണാൻ വരുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് ഫേസ് പർച്ചേസിലെ ആള്, മാർക്കറ്റിംഗിലെ ആളെ കാണാൻ വരുന്നത്. കാണാൻ വരുമ്പോൾ അവന് ടെക്നിക്കലായിട്ടൊന്നും അറിയത്തില്ല. അവനറിയാവുന്നത് നമ്മുടെ അടുത്ത് $1 കുറച്ച് മേടിക്കുക എന്നുള്ള അവന്റെ മാൻഡേറ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ അവന് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, നീ മാക്സിമം വില കുറച്ച് മേടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ അവന്റെ മാൻഡേറ്റ്, വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഈ ടെക്നിക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ R&D ആയിട്ട് അല്ലെങ്കിൽ QC ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോഴേ പറ്റുള്ളൂ. ഞാൻ എവിടെ ഏത് കമ്പനി പോയാലും ആദ്യം ഞാൻ ചോദിക്കുന്നു, ക്യാൻ ഐ ടോക്ക് വിത്ത് QC ടീം ഓർ R&D ടീം. അതായത് പർച്ചേസിലിരിക്കുന്ന ആളായിട്ടോ ഓണറായിട്ടോ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഓണേഴ്സ് അതായത് ഇന്ത്യയും പുറത്തും നമ്മൾ വ്യത്യാസമാണ്. ഇവിടുത്തെ ഓണേഴ്സിനെല്ലാം അറിയാം. കാരണം ബിക്കോസ് ബേസിക്കായിട്ട് ആ കാലഘട്ടത്തിൽ പഠിച്ചേ പറ്റൂ. കാരണം എംപ്ലോയീസിനേക്കാളും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എംപ്ലോയീസ് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടി നമ്മളത് മനസ്സിലാക്കാനാണ് നമുക്ക് അറിയാൻ പാടില്ല എങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. കണ്ടുപിടിക്കാൻ പറ്റണം. കാരണം ഇപ്പോൾ ഒലിവേഷൻ അതായത് 40% ഓയിൽ, 20% റെസിൻ, അല്ലെങ്കിൽ 20% ഓയിലും 40% റെസിൻ, അതായത് റെസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് പെപ്പറിനെ സംബന്ധിച്ചോളം അത് കറക്റ്റാണോ നമുക്ക് അറിയണം.
അതായത് മറ്റവൻ നമ്മൾ വിൽക്കാൻ നേരത്ത് കസ്റ്റമറുടെ അടുത്ത് ചെല്ലാൻ നേരത്ത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ 40-20 എന്ന് പറയുന്നത് 40-25 ആയി പോയോ എന്ന് ഉള്ള ആ ഒരു, അതൊക്കെ നമുക്ക് ടെക്നിക്കലായിട്ട് എക്യുപ്മെന്റിലൊക്കെ ചെക്ക് ചെയ്തിട്ടേ വിടുകയുള്ളൂ. അതൊക്കെ എന്തെങ്കിലും കാണിപ്പോ ഒരു കസ്റ്റമർ ഞാൻ ഇപ്പൊ ഒന്നല്ലേ അന്നും ഉണ്ടായിരുന്നു, അന്നും കൺസിസ്റ്റന്റ് ആയിരുന്നു. കാരണം ഇത് കസ്റ്റമറുടെ അടുത്ത് പോകാൻ നേരത്തെ കസ്റ്റമറുടെ അടുത്ത് അതാ പറഞ്ഞത്, ട്രാവലിംഗിൽ ഒത്തിരി ലേണിംഗ് ആണ്. കാരണം ഈ കസ്റ്റമറുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ നേരത്തെ അവർ പറയും വി വോണ്ട് ദിസ്, വി വോണ്ട് ദാറ്റ്, അങ്ങനെ ഒത്തിരി അങ്ങനെ ഒരു കുറെ ഇന്ററാക്ഷൻസ് വരും. നമ്മൾ ആ ഇന്ററാക്ഷൻസിലാണ് നമ്മൾ നമുക്ക് ഇവിടെ എന്ത് മാറ്റം വരുത്താം, എങ്ങനെ അങ്ങനെ ന്യൂ ഡെവലപ്മെന്റ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അല്ല നമ്മുടെ സാധനം പ്രോഡക്റ്റ് എടുത്തുകൊണ്ടൊന്നും ഒരിക്കലും കസ്റ്റമർ മുമ്പിൽ പോയി ജയിക്കാൻ പറ്റില്ല. മനസ്സിലായി. നമുക്ക് അവന് വേണ്ട സാധനം നമ്മൾ കൊടുക്കുമ്പോഴാണ് അവന് കോൺഫിഡൻസ് ലെവൽ നമ്മളിലുള്ള ക്രിയേറ്റ് ചെയ്യുന്നത്. കോൺഫിഡൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന് നമ്മുടെ ക്വാളിറ്റി ഷുഡ് ബി കൺസിസ്റ്റന്റ്. പിന്നെ നമ്മുടെ സർവീസ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ അപ്രോച്ച് ടു ദ ബിസിനസ്, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അവർ അല്ലാതെ നമ്മൾ ഇവിടെ എല്ലാവരും കൊണ്ടേ തള്ളിക്കൊണ്ടേ വെച്ച് കൊടുത്തു കഴിഞ്ഞാലൊന്നും അവർ മേടിക്കില്ല. ആ കാലം പണ്ടും മേടിക്കില്ലായിരുന്നു, ഇപ്പോഴും മേടിക്കത്തില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ജാപ്പനീസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്ര ടഫ് മാർക്കറ്റ്, അവർ നമ്മളെ മനസ്സിലാക്കി വരാനായിട്ട് വർഷങ്ങളോടെടുക്കും. പക്ഷെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ദേ ആർ ഫോർ എവർ ത്രൂ ജാപ്പനീസ്. They will not leave you. അത്രമാത്രം സപ്പോർട്ട് ചെയ്യും നമ്മളെ. അവരിപ്പോ $2 $1 എക്സ്ട്രാ ചോദിച്ചാൽ പോലും they don't mind. അവരെ കോൺഫിഡൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്യണം. ആ കോൺഫിഡൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ജപ്പാൻ എന്ന രാജ്യത്തെ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ രാജ്യത്തെ ആൾക്കാർക്കും ഓരോ മെന്റാലിറ്റി ആണ്. അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണത്. അത് മനസ്സിലാക്കണം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആവും. നമ്മൾ ഓരോ രാജ്യത്ത് പോകാൻ നേരത്തും അതിൻ്റെതായ, ഇപ്പം ഞങ്ങളിപ്പോൾ ബ്രസീലിൽ പോയി. ബ്രസീൽ ആദ്യം ചെന്ന് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഏജന്റിനെ വെച്ച് വർക്ക് ചെയ്തു. പക്ഷെ നമുക്ക് വളരെ ഡിഫിക്കൽട്ടാണ്. പോർച്ചുഗീസ് ഭാഷ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമുക്ക്. ഒരു പ്രാവശ്യം ഒരു എക്സിബിഷന് പോയ സമയത്ത് ഒരാളുമായിട്ട് കാണാനിടയായി. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഡിന്നറിന് പോയി. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്നാൽ സിന്താറ്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പുള്ളി 2 ആഴ്ചയുമായി അറിയിക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ചയുമായി എന്നെ അറിയിച്ചു, വർക്ക് ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ അയാളെ സിന്താറ്റിൻ്റെ അദ്ദേഹത്തിന് ഒരു വലിയ ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സ്പൈസസിനെ കുറിച്ച് നല്ല വിവരമുണ്ട്, നല്ല എക്സ്പീരിയൻസും ഉണ്ട് സ്പൈസ് ഇൻഡസ്ട്രിയിൽ തന്നെ. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായി അദ്ദേഹത്തെ കിട്ടിയത്. അന്ന് അദ്ദേഹത്തിന് ഒരു വലിയൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിൽ ഞാൻ ഒരു വാടകയ്ക്ക് എടുത്ത് അതിനകത്ത് കുറേ ബ്ലെൻഡുകളൊക്കെ ഉണ്ടാക്കി ലോക്കൽ വിൽക്കാൻ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ്, 1.5 വർഷത്തിന് മുമ്പ് ഞാൻ അവിടെ സിന്താറ്റിന് വേണ്ടി തന്നെ സ്ഥലം മേടിച്ചു. സിന്താറ്റിന് വേണ്ടിയുള്ള ബിൽഡിങ്ങും പണിതു. സിന്താറ്റിന്റെ ഒരു ഫെസിലിറ്റി ആയിട്ട് മാറ്റി. അപ്പം അവിടെ നമ്മൾ അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സിന്താറ്റിന്റെ 5% സിന്താറ്റ് ബ്രസീൽ ഡിവിഷന്റെ 5% ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. കാരണം നമ്മൾ ഒരാളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹം നമ്മുടെ കൂടെ, എന്തെങ്കിലും ആർക്കും ബെനിഫിറ്റ് കിട്ടണ്ടേ, ഗീവിങ് വേണം. അപ്പൊ പുള്ളി ചോദിച്ചു, പുള്ളി തന്നെ മനസ്സിലാക്കാനും പുള്ളിക്ക് സാലറി ഉണ്ട്, പ്ലസ് ഡിവിഡൻഡ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടി ആയപ്പോഴത്തേക്ക് മാത്രമല്ല പുള്ളിയുടെ ബിൽഡിങ്ങിന്റെ റെന്റും കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ നോക്കിയപ്പോൾ പുള്ളിക്ക് വളരെ ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി വളരെ നന്നായിട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്യും. കേരളത്തിൽ ഏറ്റവും ശമ്പളം കൊടുക്കുന്ന സിന്താറ്റാണ്. അറിഞ്ഞു കൊടുക്കുക. അല്ല, കണ്ടെത്തലുകളും ഭയങ്കരമാണല്ലോ. ഇങ്ങനെ ഒരാളെ കണ്ടെത്തി അയാളെ അങ്ങനെ ഉപയോഗിച്ച് അവിടെ സ്വന്തം ഒരു കണ്ടെത്തലുകളാണല്ലോ എല്ലാവരും. അങ്ങനെ അയാളെ അദ്ദേഹത്തെ അവിടെ അപ്പോയിന്റ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഒരു മലയാളി പയ്യൻ ചെറുക്കൻ അവിടെ പയ്യനോടെ ഉണ്ട്, അജയ് എന്ന് പറഞ്ഞ പയ്യനോടെ ഉണ്ട്. നമ്മൾ രണ്ടുപേര് വിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഈ പോർച്ചുഗീസ് ഭാഷ പഠിക്കാതെ പോകാൻ. അല്ല രവീന്ദ്രൻ, അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ സിന്തൈറ്റിൽ ജോലി കിട്ടാൻ അല്ലെങ്കിൽ സാറിന്റെ അടുത്തേക്ക് ആർക്കെങ്കിലും ബ്രസീലിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പണിംഗ് ആണ്. എന്താണ് ക്രൈറ്റീരിയ? MBA പാസ് അയച്ചാൽ മാത്രം മതി. പിന്നെ ഒരു 6 മാസങ്ങളോടെ ഇന്ത്യയിൽ ട്രെയിനിങ്ങും വേണം. പിന്നെ പോർച്ചുഗീസ് ഭാഷ പഠിക്കുകയും വേണം. തീർച്ചയായിട്ടും പഠിച്ചോളൂ. അല്ല, സാർ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്? യാത്ര ചെയ്യുമ്പോൾ ബലം പിടിച്ചിരിക്കാണ്ട് തൊട്ടടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചാൽ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറഞ്ഞു. നമുക്കൊരു റിലാക്സിങ് മൈൻഡ് ഉണ്ടാവണം. കാരണം ഞാൻ ആരോടാണ് സംസാരിക്കും. ബിക്കോസ് എൻ്റെ ഒരു നമ്മള് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ പലരും പുറകോട്ട് മാറിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്നോട് പറയാം. ഞാൻ 96 ഞാൻ UK ടു US സൂപ്പർസോണിക് കോൺകോർഡിൽ ഫ്ലൈ ചെയ്യാനായിട്ട്
നീളമുള്ള ഫാസ്റ്റസ്റ്റ് 2 മാക്കിലാണ് ഫ്ലൈറ്റ് പോകുന്നത്. ഫാസ്റ്റസ്റ്റ് എയർക്രാഫ്റ്റ് 3 മണിക്കൂർ കൊണ്ട് നമുക്ക് US ചെല്ലും, UK ന്ന്. ഞാൻ ക്യൂവിൽ നിൽക്കുക. ക്യൂവിൽ നിന്നപ്പം ഒത്തിരി പേരുടെ ക്യൂവിൽ. അപ്പം ഞാൻ ക്യൂവിൽ നിന്നപ്പോൾ എൻ്റെ ടേൺ വന്നപ്പം കൗണ്ടറിലിരുന്ന ആ ലേഡി എന്നോട് പറഞ്ഞു, ജേക്കബ് യുവർ ടിക്കറ്റ് ഇസ് കൺഫേം ബട്ട് സീറ്റ്സ് ആർ നോട്ട് കൺഫേംഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുന്നത്. എൻ്റെ സീറ്റ് ഞാൻ റീകൺഫേം ചെയ്ത് അല്ല ടിക്കറ്റ് റീകൺഫേം ചെയ്തതാണ്, പക്ഷേ സീറ്റ് കൺഫേംഡ് അല്ല എന്ന് പറഞ്ഞു. നമ്മൾ ഐ നെവർ ന്യൂ ദാറ്റ് സീറ്റ് റീകൺഫർമേഷൻ വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു പറഞ്ഞു. മാറിയേക്കാൻ പറഞ്ഞു. ഞാൻ മാറിയിരുന്നു, പക്ഷെ ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഫ്ലൈറ്റിൽ തന്നെ പോകണം. കാരണം ഞാനിതിന് ഈ ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ 2 ഫസ്റ്റ് ക്ലാസ് എൻ്റെ കാശ് ഞാൻ കൊടുക്കുന്നത് ഈ ഫ്ലൈറ്റിൽ പോകാനായിട്ട്. 2 ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കാശാണ് കൊടുക്കുന്നത് ഇതിന് പോകാനായിട്ട്. അവർ സമ്മതിച്ചില്ല, ഫ്ലൈറ്റ് ഔട്ട് ചെയ്തു. അവസാനം ഞാൻ പറഞ്ഞു. അപ്പോൾ മാനേജർ വന്നു, മാനേജർ ഡിസ്കഷൻ നടത്തി. മാനേജർ പറഞ്ഞു ഓക്കെ നിങ്ങൾ കോൺകോഡിൻ്റെ ലോഞ്ചിൽ വാ, നമുക്കവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയിരുന്നു. എല്ലാവരും കയറി കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു വുഡ് യു ലൈക്ക് ടു സിറ്റ് ഇൻ ദ ജംപ് സീറ്റ് എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ജംപ് സീറ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ. ജംപ് സീറ്റ് എന്ന് പറഞ്ഞാൽ കോക്പിറ്റിലാണ്. അതായത് 5 സാധാരണ എയർക്രാഫ്റ്റിലൊക്കെ 3 പൈലറ്റ്സ് 2 പൈലറ്റുമാരേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് 5 പൈലറ്റുമാരാണ്. അതായത് 2 മാക്സ് സ്പീഡിലാണ് എയർക്രാഫ്റ്റ് പോകുന്നത്. അതായത് ഇവിടുന്ന് UK ടു US 8 മണിക്കൂർ എടുക്കുന്ന ഫ്ലൈറ്റ് ഇത് 3 മണിക്കൂറോടെ ലാൻഡ് ചെയ്യും. ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അത് ഞാനിരുന്നു, അവിടെ വരെ പോയി. എനിക്ക് സന്തോഷമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പൈലറ്റ് ആവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അന്ന് ഫാദർ സമ്മതിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നും എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം പൈലറ്റ് ആവാനായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം. എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് ആഗ്രഹത്തിൽ കുറച്ച് കോക്പിറ്റിലായിരുന്നുകൊണ്ട് വളരെ സന്തോഷമായിട്ട് US വന്ന് ഇറങ്ങി. അവിടെ പിന്നെ കോൺകോഡില് അത് കഴിഞ്ഞിട്ട് അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അവര് റോൾസ് റോയ്സ് വിട്ടു തന്നു. 3 ദിവസം സ്റ്റേ ഫ്രീ ആയിരുന്നു. സാർ ആ വിഷൻ എങ്ങനെയാ സാർ? നമ്മള് ഫ്ലൈറ്റിൽ ഇങ്ങനെ സൈഡിലിരുന്ന് വരുന്നവരല്ലോ. അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക്. അയ്യോ അതെ, ഒരു കാരണം അത്ര 2 മാക്സ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റർ ജെറ്റ്സ് പോകുന്ന പോലെയാണ് പോകുന്നത്. അത്ര സൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ 100 പാസഞ്ചേഴ്സേ ഉള്ളൂ. കാരണം ഇവൻ എൻ്റെ എൻ്റെ തലപോലും മുകളിൽ മുട്ടും. അത്ര സ്മോൾ എയർക്രാഫ്റ്റാണ്. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചിലയിടത്ത് നമ്മുടെ നാക്കുകൊണ്ട് സംസാരിക്കാൻ പഠിക്കണം. നമുക്ക് ആവശ്യക്കാരനാവണം. നമ്മളല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കളർ കണ്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മാറ്റി നിർത്തും. നമ്മൾ ലീഗലായിട്ട് നമുക്കൊരു ആവശ്യം നമുക്ക് ആവശ്യം നമ്മൾ പറയുന്നത് ശരിയാണ് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അത് ഫൈറ്റ് ഔട്ട് ചെയ്തേ പറ്റും. അല്ലാതെ നമ്മൾ പ്രോഡക്റ്റ് മാറിയിരിക്കരുത്. അതുപോലെ തന്നെയാണ് പ്രോഡക്റ്റിൽ. ഈ പ്രോഡക്റ്റ് നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ട് പോവുകയാണ്, കസ്റ്റമർ പറയുകയാണ് ഇന്ന ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിലും ഷുഡ് നോട്ട് ഗിവ് അപ്പ്. എക്സാക്ട്ലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഇഷ്യൂ ഇസ്. ആ ഇഷ്യൂവിനെ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നുണ്ടായ ഇഷ്യൂ ആണോ നമുക്ക് അനലൈസ് ചെയ്യണം. എല്ലാത്തിനും നമ്മൾ തലമുണിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ചിലപ്പോൾ അവരുടെ ബ്ലഡിങ്ങിലുണ്ടായ മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ അവർ പറയും നിങ്ങൾ അയച്ച കൺസ്യൂമർ അത് രജിസ്റ്റർ ശരിയായില്ലായിരുന്നു പറയും. ഒരിക്കലും നമ്മൾ അവിടുന്ന് സ്വന്തമായിട്ട് നിന്ന് പോകുന്ന ഓരോ പ്രോഡക്റ്റും റോ മെറ്റീരിയൽ തൊട്ട് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട് ലാബിൽ വന്ന് ചെക്ക് ചെയ്ത് 100% കൺഫർമേഷൻ ഇല്ല ഒരു സാധനവും നമ്മൾ അവിടെ വിടില്ല. അപ്പൊ അത് ആ കോൺഫിഡൻസ് നമ്മുടെ അടുത്തുണ്ട്. ആ കോൺഫിഡൻസ് നമ്മുടെ അടുത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ ഫൈറ്റ് ഔട്ട് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലെന്ന് കാണുകയാണെങ്കിൽ മാത്രമേ അവരും പ്രൂവ് ചെയ്യണം, നമ്മളും പ്രൂവ് ചെയ്യണം. ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ വിട്ടുകൊടുക്കരുത്. അല്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കും. നമ്മൾ ചെയ്യാത്ത നമുക്ക് നമ്മുടെ സ്പെസിഫിക്കേഷൻസും നമ്മൾ അവർക്ക് അയച്ചു കൊടുത്ത എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്തുണ്ട്. വി ക്യാൻ പ്രൂവ് ഇറ്റ്. അവർ പിന്നെ വേറെ ബ്ലഡിലേക്ക് മിക്സ് ചെയ്തപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം വി ഹാവ് ടു ഫൈറ്റ് ഔട്ട് certain ഏരിയാസ്. അല്ലാതെ നമ്മൾ പിന്തിരിഞ്ഞ് പുറകോട്ട് പോരാനാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ബിസിനസ് നെവർ ഗിവ് അപ്പ്. നമ്മൾ ഒരു വർഷം ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള പരിപാടിയായിട്ട് മാറ്റും. ഇപ്പം സതീഷേ, ഞാൻ ഇടയ്ക്ക് നിന്നോട് പറയാറുണ്ട് സാമുദ്രിപ്പാടിന്റെ അടുത്ത് മങ്ങാട്ടച്ഛൻ ഓടി ആർത്തലച്ച് വന്നിട്ട് പറഞ്ഞു, അയ്യോ പോയി കൊണ്ടുപോയി എല്ലാം പോവുകയാണ്. എന്തു പറ്റി? പോർച്ചുഗീസുകാർ നമ്മുടെ കുരുമുളക് വള്ളികൾ കംപ്ലീറ്റ് കൊണ്ടുപോവാണ്. അവരവിടെ കൊണ്ട് നട്ട് നമ്മുടെ കുത്തകയെല്ലാം പോകാൻ പോവാണ്. അപ്പൊ സാമുദ്രിപ്പാട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവർ കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ തിരുവാതിര ഞാറ്റുവര നമുക്ക് സ്വന്തമല്ലേ. തിരുവാതിര ഞാറ്റുവരക്കാണ് സ്പെഷ്യൽ തിരിയിടുന്നത്. അതിന്റെ പ്രത്യേകത നമുക്ക് അങ്ങനെ ഇവിടെ ആവശ്യത്തിനുള്ള പ്രോഡക്റ്റുകൾ കിട്ടുന്നുണ്ടോ, സ്കേഴ്സിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണോ നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം ഒരു റോ മെറ്റീരിയലും ഇല്ല. നമ്മളെ നോക്കുവാണെങ്കിൽ
ഒരു ഉദാഹരണം പറഞ്ഞാൽ പെപ്പർ ഓ വിയറ്റ്നാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2,50,000 ടണ്ണാണ് ഒരു വർഷം. ഓ ഇന്തോനേഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 70,000 ടൺ, ഓ ബ്രസീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 60,000 ടൺ, ഓ ശ്രീലങ്ക പ്രൊഡ്യൂസ് ചെയ്യുന്നത് 30,000 ടൺ, ഓ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന 60,000 ടൺ. ഇത്രയും നമ്മൾ അതായത് പണ്ട് വാസ്കോഡി ഗാമ വന്ന് ഇവിടെ വന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞ സാധനം ഇപ്പം നമ്മളിവിടെ സീറോ ആണ്. ആ. അതെ. കാരണം നമ്മുടെ ഈ പോപ്പുലേഷൻ വെച്ച് നമുക്ക് ഈ 60,000 ടൺ പോരാ ഇന്ത്യക്ക്, അതിൽ കൂടുതൽ പെപ്പർ ഇവിടെ വേണം. ശരിയാണ്. അപ്പം അത് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ എക്സ്ട്രാക്ഷനുള്ള സാധനം മുഴുവൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. അതായത് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റീ എക്സ്പോർട്ട് ചെയ്യാണ്. അത് പെപ്പറിന്റെ കാര്യത്തിൽ മാത്രമാണ്. പെപ്പർ മാത്രമല്ല, പെപ്പർ, ജിഞ്ചർ, ടെർമറിക് എല്ലാം ഇപ്പം പുറത്തുനിന്ന് വരുന്നത്. ഇവിടെ ഇന്ത്യയില് കേരളത്തിൽ പ്രത്യേകിച്ച് കൾട്ടിവേഷൻ സീറോ ആണ്. കർഷകർ ഇല്ലാതായി പോകുന്നതുകൊണ്ടാണ്. അതായത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൃഷി ചെയ്യാനുള്ള ഒരു മനോഭാവവും ഇല്ല. അതാണ് കാരണം. വെറുതെ കിടക്കുന്ന തോട്ടങ്ങൾ ഇഷ്ടംപോലെ ഇഷ്ടപ്പെടില്ല. കാരണം ആക്സസിൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ ഇപ്പം ദുബായിൽ പോയി, കാരണം ഇപ്പോഴത്തെ ദുബായിലുള്ള പിള്ളേരൊക്കെ നേരെ UK പോവുക, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോവുക. പഠിക്കാൻ വേണ്ടി തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ കൃഷി ചെയ്തില്ല എങ്കിൽ കേരളം വിൽ നോട്ട് ബി സെൽഫ് സഫീഷ്യന്റ്. അത് മാത്രമേ മാർഗമുള്ളൂ. ഇപ്പൊ കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 90% നമ്മൾ ഔട്ട്സൈഡ് സ്റ്റേറ്റ് ചെയ്ത് കൊണ്ടിരുന്ന സാധനം ഒരു 10% വേണമെങ്കിൽ പറയാം ഇവിടുത്തെയാന്ന്. പക്ഷെ അത് നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആയാൽ മാത്രമേ കേരളത്തിന്റെ ആ ഫുൾ ഫ്ലെഷ്ഡ് അത് പൊട്ടിത്തെറിച്ച് മുകളിലേക്ക് വരാൻ പറ്റുമോ. കറക്റ്റാ. അപ്പൊ ഞാൻ കാലമൊക്കെ ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്ന സമയത്ത് അതിലൊരു 35 കുരുമുളക് ഒരു വർഷം ഉണ്ടായിരുന്നു. നിറച്ച പോലെ മണ്ട പ്ലാവിന്റെ ഒക്കെ അങ്ങേറ്റം വരെ കയറിപ്പോന്ന് കണ്ട കൊതിയാവുന്ന കൊടിയായിരുന്നു. അത് മുഴുവൻ പോയിട്ട് ഒരു കിലോ മുളക് പോലും കിട്ടാനില്ല ഇപ്പൊ പുറത്തുനിന്ന് മേടിക്കണം. അല്ല പുറത്ത് മേടിക്കാം. ഞാൻ ഒറ്റപ്പാടിയില് നമ്മള് സ്ഥലമുണ്ട്, അപ്പൊ അവിടുന്ന് വല്ലപ്പോഴും പോയിട്ട് കുറച്ച് മുളകൊക്കെ കിട്ടുക. ഞാൻ അത് പറയുമ്പോഴാണ് ഈ അത്ഭുതപ്പെട്ടു. അട്ടപ്പാടി പോലുള്ള ഒരു സ്ഥലത്ത് കേരളത്തിന് വേണ്ട മുഴുവൻ പച്ചക്കറി അവിടെ ഉത്പാദിപ്പിക്കാം. അതാണ് നമുക്ക് മഞ്ഞൾ കൃഷി. നമ്മള് ഒത്തിരി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കാരണം ടെക്നോളജി വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. IT അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മുന്നോട്ട്. പിന്നെ കേരളത്തിൽ ഇപ്പം ഇനി ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക് ഭാവിയില്ല. കാരണം അപ്പോൾ 3 കമ്പനികളെ കേരളത്തിൽ ഭാവിയുള്ളൂ. ഒന്ന് ടൂറിസം മേഖലയിൽ, അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്. കാരണം മാനുഫാക്ചറിങ് ഏരിയയിൽ ഭാവിയിലെന്ന് പറയാനുള്ള കാരണം ഇറ്റ് ഇസ് തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. കാരണം ഒന്ന് എയർ പൊല്യൂഷൻ, ഒന്ന് വാട്ടർ പൊല്യൂഷൻ. ഇത് രണ്ടും ഉള്ളിടത്തോളം കാലം ഭയങ്കര പ്രശ്നങ്ങളിൽ പോയി അവസാനിക്കും. അപ്പൊ ഈ ബാക്കിയുള്ള ഈ 3 സാധനങ്ങൾക്ക് മാത്രമേ പ്രൊട്ടക്ഷൻ. പിന്നെ നമ്മൾ എന്തുകൊണ്ട് നമ്മളിവിടുത്തെ ടൂറിസം അല്ലെങ്കിൽ ഇതൊന്നും ഡെവലപ്പ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായും. ഇതിനെ നമ്മളിപ്പോ ബാലി എടുത്തു നോക്കിയാലും സിംഗപ്പൂർ എടുത്തു നോക്കിയാലും എല്ലാ ഇങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ സ്റ്റേറ്റ്സിൽ കൺട്രികൾ എടുത്തു നോക്കിയോ, അവരൊക്കെ എന്ത് രസമായിട്ടാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് ഇഷ്ടമുള്ള ആൾക്കാർ ബാലിയിൽ പോകാനും സിംഗപ്പൂർ പോകാനും വിയറ്റ്നാമിന് പോകാനും ആൾക്കാരുണ്ട്. പക്ഷെ എത്രമാത്രം ടൂറിസത്തിന് വേണ്ടി കേരളത്തിലേക്ക് വരാൻ താല്പര്യമുണ്ട്. സാർ, ഈ സ്കേഴ്സിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു കാർഷികമായിട്ടുള്ള എന്തെങ്കിലും പ്ലാൻ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും ചിന്തയിട്ട പ്ലാൻ ഉണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെർമറിക്ക് ഞങ്ങൾക്ക് വലിയൊരു ഓർഡർ ഉണ്ട്. പക്ഷെ അതിന് ടെർമറിക്ക് ഇല്ല ഇവിടെ കൃഷി ചെയ്യാനായിട്ട് നമ്മളിപ്പം പല രീതിയിൽ പല മിനിസ്റ്ററായിട്ട് സംസാരിച്ചു അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇവർക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ടെർമറിക്കിനും കേരളത്തിലെ ജിഞ്ചറിനും പെപ്പറിനൊക്കെ കേരളത്തിന്റെ പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്റർനാഷണൽ പ്രൈസാണ്. കാരണം ഇപ്പൊ പെപ്പറിന്റെ വില ഇവിടെ $6. വിയറ്റ്നാമിൽ $2.5 ഉള്ളൂ. അത്ര വ്യത്യാസമാണ്. അവിടെയാണ് ക്വാളിറ്റി ഞങ്ങൾക്ക് പറ്റിയ ക്വാളിറ്റി വിയറ്റ്നാം കിട്ടുന്നുണ്ട്. ക്വാളിറ്റി ഇപ്പൊ എന്താണെങ്കിലും അവരവര് ശാസ്ത്രീയമായ കൃഷി രീതികളൊക്കെ വന്നതുകൊണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്വാളിറ്റി ഇല്ല. കേരളത്തില് പിന്നെ പ്രശ്നമാണ് ക്വാളിറ്റി വെച്ച് നോക്കാൻ. ആവശ്യമില്ലാത്ത പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ച് പ്രശ്നമാക്കുകയാണ്. ആൾക്കാർക്ക് ആ ഒരു ഇതൊക്കെ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്പൈസസ് ബോർഡിന് ഒക്കെ ഫണ്ട് ചെയ്ത് കുറെ കൃഷിക്കാരെ ഡെവലപ്പ് ചെയ്ത് തൈകൾ കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്ത് അവർക്കിപ്പോൾ ഒരു വർഷം ലോസ് ആണെങ്കിൽ ഇത് കുഴപ്പമെന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ സ്ഥലമില്ല. ഇപ്പോൾ എനിക്കൊരു 5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ 5 ടൈപ്പ് കൃഷി ചെയ്യും.
ജിഞ്ചർ, ടർമറിക്, പെപ്പർ, പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് പച്ചക്കറി, പിന്നെ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് ഒരു 5 സെന്റ് വല്ല വാഴയോ വല്ലതും വെക്കും. ഇതാണ് ഇന്റഗ്രേറ്റഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ക്രോപ്പിംഗ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കൾട്ടിവേഷനാണ് വേണ്ടത്. 200 ഏക്കർ 300 ഏക്കർ, അതാണ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അത്ര ഏക്കറേജ് വേണം. ഫോർ എക്സാമ്പിൾ കാടമോ, നമ്മുടെ കേരളത്തിൽ എത്ര കാടമോ ഉണ്ട് ആസ് എ കൾട്ടിവേഷൻ, അതായത് ഏക്കറേജ് കൾട്ടിവേഷൻ ഹ്യൂജ് ഉണ്ട്. പിന്നെയുള്ളത് തന്നെ ഫ്ലവർ, കോഫി, ഇത് മൂന്നും അല്ലാതെ പിന്നെ കാടമോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കൾട്ടിവേഷൻ ഹെവി കൾട്ടിവേഷൻസ് ഉള്ളത്. ബാക്കിയെല്ലാം ഇന്റഗ്രേറ്റഡ് ക്രോപ്പിംഗ് ആണ്. ഇന്റഗ്രേറ്റഡ് ക്രോപ്പിംഗിൻ്റെ അകത്ത് ഒരു വീട്ടിലേക്കുള്ള സാധനം മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. ഇടവിളയായിട്ട് കൃഷി ചെയ്യുക, അത് തന്നെ, അത്രേ ഉള്ളൂ. ഈ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, സാറ് ഒരു വലിയ തൊഴിൽ ദാതാവ് എന്ന നിലയ്ക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഈ പുതിയ തലമുറയിൽ ഏറ്റവും അധികം കാണുന്ന ഒരു ദൂഷ്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു ജോലിയെ സംബന്ധിച്ച് കൊഴിഞ്ഞു പോവുക. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ടക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോവുക. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. സത്യത്തിൽ അവർ ചെയ്യുന്നത് വലിയൊരു അപകടമല്ലേ അവർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് ഇപ്പൊ സ്വന്തമായിട്ട് തന്നെയാണെങ്കിലും ഒരാൾ ഇന്റർവ്യൂവിന് വന്നു, ഇന്റർവ്യൂ കഴിഞ്ഞ് എടുത്തു, സ്റ്റാർട്ടിംഗ് സാലറി തന്നെ നല്ല സാലറി ഉണ്ട്, 10-20,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ഉണ്ട്. പഠിച്ചു വന്നപ്പോഴത്തേക്ക് 25,000 റുപ്പീസ് കിട്ടുക സ്മോൾ സാലറി. ആ സാലറി വെച്ച് 2 വർഷം കഴിയും. മൂന്നാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും അവൻ ഏകദേശമൊക്കെ ഒരു ഞങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ഞാൻ പറയുന്നത് സ്വന്തമായിട്ട് ഇറ്റ്സ് എ ട്രെയിനിങ് അക്കാഡമി. അതായത് നമ്മൾ എല്ലാം പഠിപ്പിക്കും. അതായത് ചുമ്മാ നീ ചെയ്യണ പണി മാത്രമല്ല, അവനെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ പണ്ട് ഫാറൂർ തുടങ്ങിയ സ്വഭാവം അത്. പക്ഷെ അത് ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ശരിയല്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ബിക്കോസ് എല്ലാം പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും 3ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും അവന് സാറേ എനിക്ക് വേറെ സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടേ പോളൂ, സാർ എനിക്ക് ഒമാനിൽ ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ഒമാനിലേക്ക് അല്ല പോണവൻ. ഇവൻ ഒമാനിലേക്ക് ഒന്ന് ഫ്ലൈറ്റ് എടുത്ത് ഒമാനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വേറെ കമ്പനിയിൽ ജോയിൻ. ഇത് അതായത് ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഇല്ല. അതായത് ഞാൻ ഇനി 10 വർഷം കഴിയുമ്പോൾ ഞാൻ ആരെ തീരണമെന്നുള്ളതല്ല അവൾ നോക്കുന്നത്. നാളെ എനിക്ക് 10 രൂപ കൂടുതൽ കിട്ടുമെന്നാണ് നോക്കണത്. അല്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എവിടം വരെ എനിക്ക് എത്താൻ പറ്റും, മണി ഓറിയന്റഡ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ 3ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും ആ എംപ്ലോയിക്ക് ഒരു ബൈക്ക് കിട്ടും, ഒരു മൊബൈൽ ഫോൺ കിട്ടും, പിന്നെ സാലറി വുഡ് ബി അറൌണ്ട് 35,000 റുപ്പീസ് 40,000 റുപ്പീസ്. അവരൊരു വലിയൊരു കവചിത സംരക്ഷണ ഒരു വലിയ ഒരു ഫാമിലിയുടെ ഭാഗമായി മാറുകയാണ്. പിന്നെ അത് മാത്രമല്ല, ദേ ആർ ഇൻഷുർഡ്, അവർ ഫാമിലി ഇൻഷുർഡ് ആണ്, അവർ ഇൻഷുർഡ് ആണ്. 65% പേർക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 65% വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 65 പേരാണ് എനിക്ക് എതിരായിട്ട് അവിടെ സമരം ചെയ്തത്. അത് വലിയൊരു കഥയായിരുന്നു അല്ലേ? അയ്യോ, അതൊക്കെ എന്റെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ നേരത്തെ ഇതൊക്കെ എന്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് വലിയ വേദന ഉണ്ടായി. അന്ന് വേദന ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എങ്ങനെ തരണം, കാരണം എന്റെ ഫാദറും എന്റെ കസിനും ഒക്കെ മാറി നിൽക്കുന്ന വെച്ചാൽ ദേ വർ നോട്ട് ഹെൽത്തി. അപ്പൊ അവർക്കും മുന്നോട്ട് പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രം അതൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഐ വുഡ് സേ ബൈ ഗോഡ്സ് ഗ്രേസ് പിണറായി വിജയൻ സാറായിട്ട് അടുക്കാനും പരിചയപ്പെടാനും അദ്ദേഹത്തോട് കൺവിൻസ് ചെയ്ത കാര്യങ്ങൾ സംസാരിക്കാനും അതിനൊപ്പം മിനിസ്റ്റർ രാജീവും ആണെങ്കിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. സ്ട്രോങ് തീരുമാനം എടുത്തു. ഞാൻ CM-നെ കണ്ട് തിരിച്ച് എൻ്റെ ഓഫീസിലെത്തുന്നതിനേക്കാൾ മുമ്പ് സമരം പിൻവലിച്ചു. അതെനിക്ക് ഭയങ്കര അദ്ദേഹത്തോട് വലിയ റിഗാർഡ് ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നേതൃത്വം വേണമെന്ന് വിചാരിച്ച ഇച്ഛാശക്തി ഉള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. കാരണം അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഈ കേരളത്തിന് ഇങ്ങനത്തെ ലീഡർഷിപ്പ് ആവശ്യമാണ്. കാരണം എന്നാൽ മാത്രമേ ഇത് പോകാൻ പറ്റത്തുള്ളൂ.